വീണ്ടും ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണവുമായി യമനിലെ ഹൂത്തികൾ. ടെല്ലവീവിൽ മിസൈൽ പതിച്ചുണ്ടായ ആക്രമണത്തിൽ 16 പേർക്ക് പരിക്കേറ്റു. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ വെടിനിർത്തൽ കരാറിനുള്ള വഴി തെളിയുന്നതിനിടെയാണ് സംഭവം. ഹൂതി ആക്രമണത്തിന് പിന്നാലെ യമനിലെ സനയിലേക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തി. ഇസ്രയേലിനെതിരെ വീണ്ടും യമനിലെ ഹൂതി വിമതരുടെ ആക്രമണം. ടെല്ലവീവിലെ പാർക്കിൽ മിസൈൽ പതിച്ചുണ്ടായ ആക്രമണത്തിൽ 16 പേർക്ക് നിസാര പരിക്കേറ്റു. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. തൊട്ടുപിന്നാലെ സൈറണുകൾ മുഴങ്ങുകയും ജനങ്ങൾ അഭയകേന്ദ്രങ്ങളിലേക്ക് മാറുകയും ചെയ്തു. ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമുകൾ പ്രവർത്തിക്കാതെ വന്നതാണ് അപകടത്തിന് കാരണമായത്. 14 ദിവസമായി തുടരുന്ന ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ വെടിനിർത്തൽ കരാറിനുള്ള വഴി തെളിയുന്നതിനിടെയാണ് ഹൂതികളുടെ ആക്രമണം. സംഭവത്തിന് പിന്നാലെ യമനിലെ സനയിലേക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തി. ഹൂതികളുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയത്. ചെങ്കടലിന് മുകളിലൂടെ നിരവധി ഹൂതി ഡ്രോണുകളെയും ചരക്കു കപ്പലുകളെ ലക്ഷ്യമാക്കിയുള്ള ക്രൂയിസ് മിസൈലുകളെയും അമേരിക്കൻ സേന തകർത്തതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിലെ വെടിനിർത്തലിനെ ചുക്കാൻ പിടിക്കുന്നത് അമേരിക്ക, ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങളാണ്. ഇവരുടെ മധ്യസ്ഥതയിൽ ആഴ്ചകളായി നടക്കുന്ന ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്നും പിന്മാറുന്ന കാര്യത്തിൽ സമയക്രമം വേണമെന്ന കാര്യം അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായതോടെയാണ് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകാനുള്ള വഴി തെളിഞ്ഞത്.